പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ്. ക്ഷേമ പെൻഷൻ തട്ടിപ്പു കേസിൽ കൂടുതൽ പേർക്കെതിരെ നടപടി. റവന്യൂ വകുപ്പിലെ 38 ജീവനക്കാരെ സസ്പെൻഡ് ചെയ്തു. ഉദ്യോഗസ്ഥരുടെ പേര് വിവരങ്ങൾ റവന്യൂ വകുപ്പ് പുറത്തുവിട്ടിട്ടുണ്ട്. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും വിഷ്ണു കരുണാകരനുണ്ട്. വിഷ്ണു, നേരത്തെ പൊതുഭരണ വകുപ്പിലെയും ആരോഗ്യ വകുപ്പിലെയും എല്ലാം ജീവനക്കാർക്കെതിരെ നടപടിയെടുത്തിരുന്നു. നടപടിയെടുക്കാൻ അഡീഷണൽ ചീഫ് സെക്രട്ടറിയുടെ ശുപാർശയുണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ പുതിയ നടപടി. എത്ര ഉദ്യോഗസ്ഥരുടെ പേര് വിവരങ്ങളാണ് പുറത്തുവിട്ടിരിക്കുന്നത്? എന്തെല്ലാമായിരിക്കും തുടർ നടപടികൾ? അതുല്യ, ഇപ്പോൾ 38 പേരുടെ വിവരങ്ങളാണ് പുറത്തുവിട്ടിരിക്കുന്നത്. 38 പേരെ സസ്പെൻഡ് ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ നടപടി ഉണ്ടായിരിക്കുന്നത്. റവന്യൂ വകുപ്പിന്റെ 38 പേർക്കെതിരെ നടപടി ഉണ്ടാകുന്നതിനോടൊപ്പം തന്നെ 18% പലിശയോടെ വാങ്ങിയ പണം തിരികെ ഒടുക്കണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ക്ഷേമ പെൻഷൻ തട്ടിപ്പിൽ കൃഷി വകുപ്പിലെയും അതോടൊപ്പം പൊതുഭരണ വകുപ്പിലെയും ആരോഗ്യ വകുപ്പിലെയും നിരവധി പേർക്കെതിരെ നടപടി ഉണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ 38 റവന്യൂ ജീവനക്കാർക്കെതിരെ നടപടി ഉണ്ടായിരിക്കുന്നത്. ഇതിൽ ചിലർ 5 പേരിലധികം തന്നെ 50,000 രൂപയിലധികം കൈപ്പറ്റിയതായി വിവരമുണ്ട്. ഇതെല്ലാം കണ്ടെത്തിയിട്ടുണ്ട്. മുഴുവൻ പണം 18% പലിശയോടെ തന്നെ, അതായത് പലിശയോടെ തന്നെ തിരിച്ച് വീട്ടേണ്ട സാഹചര്യമുണ്ട്. അതിനപ്പുറത്തേക്കുള്ള നടപടികൾ പണം ഈടാക്കിയതിനു ശേഷം എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. ഏതായാലും ഗസറ്റഡ് ഉദ്യോഗസ്ഥർ മുതൽ അധ്യാപകർ ഉൾപ്പെടെയുള്ള 1458 പേരാണ് 1600 രൂപ പ്രതിമാസം ലഭിക്കുന്ന സാധാരണക്കാർക്ക്, വളരെ സാധാരണക്കാർക്ക് മാത്രം ലഭിക്കുന്ന 1600 രൂപ പെൻഷൻ പണം കൈപ്പറ്റിയത്. നിരവധി മാസങ്ങളിലായി ഇത് കൈപ്പറ്റിയിരുന്നു. 50,000 രൂപയിലധികം വരെ കൈപ്പറ്റിയെന്ന് പറയുമ്പോൾ തന്നെ വ്യക്തമാണ് ഏറെക്കാലം ഇത് കൈപ്പറ്റിയിരുന്നു. അങ്ങനെയുള്ളവർക്കെതിരെ നടപടി ഉണ്ടായിരിക്കുകയാണ്. ഏകദേശം 23 ലക്ഷത്തിലേറെ രൂപയാണ് തട്ടിയെടുത്തത് പൂർണ്ണമായും കണ്ടെത്തിയിട്ടുണ്ട്. ഏതായാലും വരും ദിവസങ്ങളിൽ കൂടുതൽ പേർക്കെതിരെ നടപടി ഇനിയും ഉണ്ടാകാൻ സാധ്യത. ഏതായാലും സർക്കാർ തല, വകുപ്പ് തല നടപടികൾ ഇതുവരെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. നിരവധി പേർക്ക് സസ്പെൻഷൻ ലഭിച്ചു. ഇനി കൂടുതൽ പേരെയും നടപടിയെടുക്കുന്നുണ്ട്. അതേസമയം ഒരു ആക്ഷേപം ഉയരുന്നത് വലിയ ഉദ്യോഗസ്ഥർക്കെതിരെയുള്ള നടപടികൾ നടക്കുന്നില്ല എന്നാണ്. ഇപ്പോൾ ഓരോരുത്തരെയായി ഇപ്പോൾ കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ പേരുവിവര പട്ടിക പുറത്തുവിടുന്നുണ്ട്. കൂടുതൽ പേർക്കെതിരെ നടപടി വന്നതായാണ് ഇപ്പോൾ വിവരം. അതിലെ ശരി വിഷ്ണു, ക്ഷേമ പെൻഷൻ തട്ടിപ്പു കേസിൽ റവന്യൂ വകുപ്പിലെ 38 ജീവനക്കാർക്കെതിരെ നടപടിയെടുത്തിരിക്കുകയാണ്. ഇവരെ സസ്പെൻഡ് ചെയ്തതിന് പുറമെ ഇവർ കൈപ്പറ്റിയ തുകയുടെ 18% പലിശ സഹിതം ഇവരിൽ നിന്ന് ഈടാക്കുകയും ചെയ്യും. വിവരങ്ങൾ നൽകുകയായിരുന്നു തിരുവനന്തപുരത്ത് നിന്നും വിഷ്ണു കരുണാകരൻ.